ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. മത്തായി 5-ന്റെ 16-17 വാക്യങ്ങൾ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നിങ്ങളുടെ വിളക്ക് പ്രകാശിച്ചുകൊണ്ടിരിക്കട്ടെ. ഗിദെയോനും കൂട്ടുകാരും മൺകുടങ്ങളെ ഉടച്ച് ദീപം പ്രകാശിപ്പിച്ചു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. അതുകൊണ്ട് നമ്മിലുള്ള വെളിച്ചം പ്രകാശിക്കേണ്ടതിന് നമ്മുടെ ജഡം ചില കാര്യങ്ങളിൽ ഉടയ്ക്കപ്പെടേണ്ടതായിട്ട് വരും. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിലും ഗലാത്യർ 5-ലും ഒക്കെ കാണുന്നു. അപ്പോൾ ദൈവവചനം പിടിച്ചുകൊണ്ട് ഈ അന്ധകാര ലോകത്തിൽ ഒരു വിശ്വാസി ശോഭിക്കണം. ദൈവജനത്തിന്റെ വിളക്ക് പ്രകാശിക്കുമ്പോൾ മനുഷ്യർ അവരുടെ നല്ല പ്രവർത്തികളെ കണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തും. അപ്പോൾ നമ്മുടെ നല്ല പ്രവർത്തികളാണ് നമ്മുടെ ജീവിതത്തിന്റെ ശോഭ എന്നത് കർത്താവ് സൂചിപ്പിക്കുന്നു. നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് കണ്ട് നമ്മുടെ വെളിച്ചത്തെ തിരിച്ചറിയുകയും നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു ബന്ധത്തെ മനസ്സിലാക്കുകയും ചെയ്യും. 17-ാം വാക്യത്തിൽ പറയുന്നത്, ന്യായപ്രമാണത്തെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വല്ലാത്ത പരിസരത്തെ കർത്താവ് വ്യാഖ്യാനിക്കുകയാണ്. അതുകൊണ്ട് ന്യായപ്രമാണം നീക്കിക്കളയുന്നതിനല്ല, അത് ശരിയായി നിവർത്തിപ്പാനാണ് ഞാൻ വന്നത് എന്ന് പറയുന്നു. കേവലം ഒരു സ്കെച്ചായി മാത്രം ഇരുന്നതിൻ്റെ പൂർണ്ണ രൂപം കൊടുക്കാനാണ് ഞാൻ വന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ അവരെ സ്നേഹം എന്തെന്ന് പഠിപ്പിച്ചു. സ്നേഹമെന്നത് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ് എന്ന് ഗലാത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു. അതുപോലെ തന്നെ റോമർ 13-ാം അധ്യായത്തിൽ കാണുന്നു. ക്രിസ്തുവിശ്വാസിക്ക് ന്യായപ്രമാണത്തിൻ്റെ ആ ഒരു പൂർത്തീകരണം ക്രിസ്തുവിലാണ് ദർശിക്കുന്നത്. ന്യായപ്രമാണം യേശു പാലിച്ചതിനെ കുറിച്ച് മറ്റൊന്നും എടുത്തു പറയുന്നില്ല. ന്യായപ്രമാണവും എഴുത്തുകാരും പഴയ നിയമ തിരുവെഴുത്തുകളെയൊക്കെ പരാമർശിക്കുന്നു. മോശയുടെ 5 പുസ്തകങ്ങളെ മൊത്തത്തിൽ ന്യായപ്രമാണം എന്നാണ് പറയുന്നത്, തോറ എന്ന് പറയും. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാം. അതുകൊണ്ട് പഴയ നിയമം പലപ്പോഴും മോശയും പ്രവാചകന്മാരും എന്ന് എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. പഴയ നിയമ തിരുവചനങ്ങളെ പ്രവചന തിരുവചനങ്ങൾ എന്നും പറയുന്നു. യേശുക്രിസ്തുവിന്റെ മർമ്മം അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെടുത്തി കൊടുക്കാനാണ് കർത്താവ് ഇത് പറയുന്നത്. അവരാണ് സഭയുടെ അടിസ്ഥാനം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ദുർവ്യാഖ്യാനങ്ങൾ തുടർന്നു പോയാൽ പഴയ നിയമത്തിന്റെ ബലം, അതിൻ്റെ അടിസ്ഥാനം
ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് അതിനെ അങ്ങനെ തന്നെ എടുത്തു പറയുന്നത്. കർത്താവ് നീക്കാൻ അഥവാ നശിപ്പിക്കാൻ വന്നു എന്ന പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും വിമർശനത്തെ മറികടക്കാനാണ് ഈ ഓർമ്മപ്പെടുത്തൽ. ആത്മാക്കളുടെ രക്ഷിതാവായവൻ സാത്താന്റെ പ്രവൃത്തികളെ അല്ലാതെ മറ്റൊന്നിനെ ഇല്ലായ്മ ചെയ്യില്ല. അവൻ നിറവേറ്റാൻ വന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവൻ ന്യായപ്രമാണത്തിന് വിധേയനായി മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചു, ശബത്തിനെ ശുദ്ധീകരിച്ചു, പ്രാർത്ഥിച്ചു. മറ്റാരും ഒരിക്കലും ചെയ്യാത്തത് അവൻ ചെയ്തു. പൂർണ്ണമായി അനുസരണത്തിന് മാതൃകയായി. ഒന്നിലും ന്യായപ്രമാണം ലംഘിക്കുന്നില്ല. ഒരു ഭക്തൻ ഇക്കാര്യം നന്നായി വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക. അത് കമിഴ്ത്തി കളയുകയല്ല, വക്കോളം നിറയ്ക്കാനാണ് അവൻ വന്നത്. കർത്താവ് ഇതാണ് ഓർമ്മിപ്പിക്കുന്നത്. ന്യായപ്രമാണം അത് മനുഷ്യന്റെ നന്മയെ കേന്ദ്രീകരിച്ച് ദൈവം നൽകുന്ന പ്രമാണങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം, അനുസരണം, വിധേയത്വം വളരെ നന്നായി ദൈവിക ബന്ധത്തിൽ നിറവേറ്റാൻ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ലഭിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ, അതായത് നമ്മൾ പ്രമാണമുള്ളവരായി ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രമാണങ്ങളെ മുറുകെ പിടിക്കാനും ശരിയായി അതിനെ ഉപയോഗിക്കാനും മനസ്സിലാക്കാനും കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ മറ്റുള്ളവരുടെ മുൻപാകെ വെളിച്ചമായി ശോഭിക്കും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിന്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു വർഷത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന വെളിച്ചം ശോഭിക്കാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ പ്രവർത്തികൾ നല്ല പ്രവർത്തികളാക്കി, ഞങ്ങളുടെ നിരൂപണങ്ങൾ നല്ല നിരൂപണങ്ങളാക്കി മാറ്റണമേ. ന്യായപ്രമാണം, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്തീയ പ്രമാണങ്ങൾ, അതിനെ നന്നായി ഉപയോഗിക്കാനും പിന്തുടരുവാനും സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു. അവിടുന്ന് വഴി നടത്തി ഞങ്ങളെ പാലിക്കണമേ. യേശു മശീഹയുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.